ഇൻഡിഗോ പ്രതിസന്ധിയിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഇൻഡിഗോ 10,000 രൂപയുടെ വൗച്ചറാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഡിസംബർ 3, 4, 5 തീയതികളിൽ യാത്ര മുടങ്ങിയവർക്കാണ് നഷ്ടപരിഹാരം. ഈ വൗച്ചറിന് 12 മാസത്തെ കാലാവധിയാണുള്ളത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഈ ആകാശം മുഴുവൻ ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയ മോദി സർക്കാരിൻ്റെ നയങ്ങളുടെ ദുരിതമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പരിഹാരം കാണാൻ ഇതുവരെയും കേന്ദ്ര സർക്കാരിന് ഒരു ഇനിഷ്യേറ്റീവും ഇല്ലാത്ത സാഹചര്യവും നമ്മൾ കണ്ടു. ഇപ്പോൾ ഇൻഡിഗോ കമ്പനി എന്താണ് പറയുന്നത്? ഇത് പര്യാപ്തമാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഇൻഡിഗോ പ്രതിസന്ധിയിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന് പിന്നാടിയായും DGCA ഇൻഡിഗോ വിമാന സർവീസുകൾക്കെതിരെയും അതോടൊപ്പം തന്നെ കമ്പനികൾക്കെതിരെയും അന്വേഷണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻഡിഗോ ഇപ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10,000 രൂപയുടെ വൗച്ചറാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപനമായി നടത്തിയിരിക്കുന്നത്. ഡിസംബർ 3, 4, 5 തീയതികളിൽ യാത്ര മുടങ്ങിയവർക്കായിരിക്കും ഈ നഷ്ടപരിഹാരം ലഭിക്കുക. ഈ നഷ്ടപരിഹാരം മായി പ്രഖ്യാപിച്ചിട്ടുള്ള വൗച്ചറിന് 1 വർഷത്തെ കാലാവധിയായിരിക്കും ഉണ്ടാവുക. ഈ 1 വർഷത്തിനകം വിവിധ മേഖലകളിലേക്കുള്ള ടിക്കറ്റുകൾ അടക്കം ബുക്ക് ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ കമ്പനി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ DGCA പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള 5,000 മുതൽ 10,000 രൂപ വരെയുള്ള മറ്റു നഷ്ടപരിഹാരങ്ങൾ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കമ്പനിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ വിമാനം സർവീസുകൾ 24 മണിക്കൂറിനകം റദ്ദ് ചെയ്യപ്പെട്ട ആളുകൾക്കായിരിക്കും ഈ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 10% അടക്കം ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ കേന്ദ്ര സർക്കാർ വെട്ടിച്ചിരിക്കുകയും ഇതിനുശേഷമുള്ള ഷെഡ്യൂളുകൾ ഇന്ന് സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം ഇൻഡിഗോക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ DGCയുമായും യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കം ഒരു വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തിയോഫിൻ, മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ, ഈ അരുണാചലിലെ അപകടത്തിൽ ട്രക്ക് മറിഞ്ഞ് 17 തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തൊഴിലാളികളുമായി പോയ ട്രക്കാണ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഇതിൻ്റെ വിവരങ്ങൾ കൂടി ചേർത്താൽ. അജിംഷാദ്, അരുണാചൽ പ്രദേശിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ 17 പേരുടെ മരണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെയും കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ മേഖലയിലുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി മേഖലയായിട്ടുള്ള അഞ്ചാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടുകൊണ്ട് ട്രക്ക് താഴ്ചയിലേക്ക് മറിയുകയും പിന്നീട് അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ ട്രക്കിൽ നിന്ന് അപകടത്തിൽ രക്ഷപ്പെട്ടയാൾ പുറത്തു വരികയും പിന്നീട് ഈ ക്യാമ്പിൽ എത്തിക്കൊണ്ട് ഈ വിവരം അറിയിച്ചതോടു കൂടിയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് NDRFന്റെയും അതോടൊപ്പം SDRFന്റെയും സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും പൂർണ്ണമായും ഈ കൊക്കയിൽ നിന്ന് ഈ ലോറി കരക്കെത്തിക്കാനായിട്ടില്ല അല്ലേ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അല്ലേ? മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ NDRFന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. 21 പേരാണ് ഈ ട്രക്കിൽ യാത്ര ചെയ്തിരുന്നത്. അസമിൽ നിന്നുള്ള കൂടുതൽ തൊഴിലാളികളാണ് ഇതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 20 പേരും മരണപ്പെട്ടേക്കാമെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി ഇപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ഈ സേനാ വിഭാഗങ്ങളും എത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാചലിൽ അപകടത്തിൽ ട്രക്ക് മറിഞ്ഞ് തൊഴിലാളികളെയും കൊണ്ടുപോയ ട്രക്കാണ് മറിഞ്ഞത്. കൊക്കയിലേക്കാണ് മറിഞ്ഞത്. 17 മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മരണസംഖ്യ ഇനി ഉയരാനുള്ള സാധ്യതയാണ്